ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് 6 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹുക്കിനെ ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ കൂടി കടത്തി കൊടുക്കുക. ഇനി ആണിനെ ഈ ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിലൂടെ ഓവർ ചെയ്ത് എടുക്കുക. ഇനി അടുത്തതിൻ്റെ ഉള്ളിലൂടെ ഓവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സർക്കിൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇട്ട നോട്ടിൻ്റെ അവിടുത്തെ ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ആ എക്സ്ട്രാ ഉള്ള നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററത്തെ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. സിംഗിൾ ക്രോഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഹുക്ക് കടത്തിയിട്ട് ഞാനിന് ഓവർ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 ലൂപ്പില്ലേ ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി കൊടുക്കുക. ഇപ്പോൾ സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ സ്റ്റിച്ച് ഇടാം 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ യാണിനെ 2 വട്ടം ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൻ്റെ ഹോൾസ് കൂടി കയറ്റി കൊടുത്തിട്ട് യാണിനെ ഓവർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 4 ലൂപ്പുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഈ 2 എണ്ണത്തിലൂടെ എടുക്കുക. പിന്നെ ഇതിൽ 3 ലൂപ്പ്, ഫസ്റ്റത്തെ 2 എണ്ണം, ഇനി ഇതിൽ 2 എണ്ണം ഉണ്ട്, അതിൻ്റെ 2 എണ്ണത്തും കൂടി കടത്തിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ചെയ്ത ട്രിപ്പിൾ ക്രോഷേനെ കുറച്ചും കൂടെ നീക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ സെൻറ്ററിൻ്റെ ഹോൾസ് കൂടി കടത്തിയിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പെറ്റലായിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മളിങ്ങോട്ട് നീക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു പെറ്റലായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 5 പെറ്റൽ ചെയ്തെടുക്കണം. ഇനി നമ്മൾ 2 ചെയിൻ ഇടുന്നു, 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുന്നു, വീണ്ടും 2 ചെയിൻ ഇടുന്നു, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 5 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ 3 എണ്ണം ഇടാം. പിന്നെ ചെയിൻ സ്റ്റിച്ച് 2 എണ്ണം ഇടാം. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ ലാസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 2 പെറ്റൽസ് ആയിട്ടുണ്ട്. ഇനി 2 ചെയിൻ ഇടുക, 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, 2 ചെയിൻ ഇടുക, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ 5 പെറ്റൽസ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ 5ാമത്തെ പെറ്റലിൽ 2 ചെയിൻ, 3 ട്രിപ്പിൾ ക്രോഷേ, ഇനി 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷേയും കൂടി ഇട്ട് കൊടുത്താൽ 5ാമത്തെ ചെയിനും ഫുള്ളാവും. ഇപ്പോൾ 2 ചെയിൻ ഇട്ടു. ഇനി ഹോളിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്കൊരു ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനിപ്പോൾ ഈ ഹുക്കിലൂടെ ഒന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലവർ ആയിട്ടുണ്ട്. 5 പെറ്റൽസും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി കൊടുത്താൽ ലെവലായിക്കോളും. ഇനി നമ്മൾ ഈ എക്സ്ട്രാ വരുന്നതാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലവർ ആയിട്ടുണ്ട്. ഈ നൂലിനെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റർ വെച്ചൊക്കെ ഉരുക്കി കൊടുക്കുക. ലോക്കാണ് എന്നാലും.
ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഹെഡ് ബാൻഡിലേക്ക് വെക്കാം. ഞാൻ മുമ്പുണ്ടാക്കിയൊരു ഹെഡ് ബാൻഡാണിത്. അതിൽ ഫ്ലവർ വെച്ചതാണിത്. നമ്മൾ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പെറ്റൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഹെഡ് ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ.